ശ്രീ ആർ ശശികുമാർ, UGC വിരുദ്ധ കൺവെൻഷൻ നടക്കാൻ പോകുന്നു, അതും സർക്കാർ ചിലവിൽ. ഇതിനൊപ്പം തന്നെ BJP ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളെ കൂടി ക്ഷണിച്ചിരിക്കുന്നു. എന്താണ് നടക്കാൻ പോകുന്നതെന്ന് താങ്കൾ മനസ്സിലാക്കുന്നു? അല്ല, UGC ഇപ്പോൾ കരട് ഡ്രാഫ്റ്റ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിന്മേലുള്ള ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാരും UGC ഈ വരുന്ന 25-ാം തീയതിയുടെ സമയം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഡ്രാഫ്റ്റിനകത്ത് അഭിപ്രായം പറയാനുള്ള അവകാശവും അധികാരവും എല്ലാവർക്കും ഇന്ത്യയിലെ ഏതൊരു പൗരനും ഉണ്ട്. അതിനൊരു സംശയം വേണ്ട. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ UGCയുടെ ഡ്രാഫ്റ്റ് റെഗുലേഷനെതിരെ നേരത്തെ പത്രത്തിലെല്ലാം വാർത്ത വന്നത് ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കോൺക്ലേവ് കേരള സർക്കാർ സംഘടിപ്പിക്കുന്നുവെന്നും അതിൽ ഇന്ത്യയിലെ ഇപ്പോൾ കോൺഗ്രസ് BJP ഇതര സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രിമാരെ പങ്കെടുപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് വാർത്ത വന്നതെങ്കിലും ഇന്നലെ വന്നേക്കുന്ന വിചിത്രമായ ഒരു വാർത്ത UGC റെഗുലേഷന്റെ കരടിന് എതിരായ ഒരു മൂവ്മെന്റിന് ഭാഗമായിട്ട് ഇവിടെ കോൺക്ലേവ് സംഘടിപ്പിക്കും എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഒരു ഗവൺമെന്റ് അങ്ങനെ സംഘടിപ്പിക്കാനുള്ള അധികാരമുണ്ടോ? ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതേപോലെ തന്നെ UGC എന്ന് പറയുന്ന മറ്റൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്രൂവലോടുകൂടി ഇറക്കുന്ന ഒരു ഡ്രാഫ്റ്റ് റെഗുലേഷനെ കുറിച്ച് അതിനെതിരായി അഭിപ്രായം പറയാൻ കേരളത്തിലെ സർവകലാശാല ഉദ്യോഗസ്ഥന്മാരെ, വൈസ് ചാൻസലർമാരെ, മുൻ വൈസ് ചാൻസലർമാരെ, നിലവിലെ സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളെ വിളിച്ചുകൂട്ടി ഇങ്ങനെ ഒരു കോൺഗ്രസ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സർവീസ് ചട്ടങ്ങൾക്കും ഭരണഘടനയ്ക്കുമെതിരാണ്. വളരെ ഗുരുതരമായ വീഴ്ചയാണ്. മാത്രമല്ല ആ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് IAS-കാരിയായ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറിയാണ്. സെക്രട്ടറിയാണ് ഇക്കാര്യത്തിൽ ഒന്നാം പ്രതി. അങ്ങനെ ഗവൺമെന്റിന് പൊളിറ്റിക്കലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് കൺവെൻഷൻ വിളിച്ചു കൂട്ടാം, സെമിനാർ വിളിച്ചു കൂട്ടാം, അതിനൊന്നും പറയില്ല. പക്ഷേ അത് ഹയർ എഡ്യൂക്കേഷന്റെ സെക്രട്ടറി തന്നെ എല്ലാ യൂണിവേഴ്സിറ്റിക്കും ഡയറക്ഷൻ കൊടുക്കുന്നു. എല്ലാ യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർക്കും അതേപോലെ തന്നെ വൈസ് ചാൻസലർ, താഴെയുള്ള ഓഫീസേഴ്സ്, അധ്യാപകർ അവർക്ക് ശമ്പളത്തോടു കൂടിയുള്ള അവധിയിൽ GA ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് കേരള തലസ്ഥാനത്ത് നാളത്തെ യോഗത്തിൽ പങ്കെടുക്കാമെന്ന് പറയുന്നത് 100% നിയമവിരുദ്ധമായ നടപടിയാണ്. ഇന്ന് വരെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ്. ഇത് ഈ ചരിത്രത്തിൽ ആദ്യമാണ്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം വാസ്തവത്തിൽ ചാൻസലർമാരെയും ബഹുമാനപ്പെട്ട ഗവർണർ ഇടപെടുകയും തീർച്ചയായിട്ടും സർവകലാശാലയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് വ്യക്തിപരമായ നിലയിൽ പോകാം. സർവകലാശാലയുടെ ഔദ്യോഗിക പേരിൽ ഇങ്ങനെയുള്ള ഈ സെമിനാറിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നത് ഗവർണർ നിരോധിക്കുകയാണ് വേണ്ടത്. അത് മാത്രമല്ല ഇത്തരത്തിലുള്ള ഉത്തരവിറക്കിയ ഹയർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നടപടിയെടുക്കുവാൻ ചാൻസലർ കൂടിയ ഗവർണർ തയ്യാറാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോൾ പ്രതിപക്ഷത്തെ കൂടി സഹകരിപ്പിച്ചാണ് ഈ കൺവെൻഷൻ നടക്കുക എന്ന് കഴിഞ്ഞ ദിവസം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിനെതിരെ ഇവിടെ ഒരു മൂവ്മെന്റ്, ഈ മൂവ്മെന്റിനെതിരെ ഒരു ശബ്ദം ഉയരാതിരിക്കാനായി അവരെയും കൂടെ കൂട്ടിക്കൊണ്ട് ഇതിനെതിരെ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ല, പ്രതിപക്ഷത്തിനെ കൂട്ടുന്നതിലൊന്നും തെറ്റില്ല. ഒരു പൊളിറ്റിക്കലായിട്ട് പ്രതിപക്ഷത്തിനെയോ ഭരണകക്ഷിയോ ഒന്നിച്ചു നിൽക്കുന്നതിനൊന്നും ആർക്ക് എതിർക്കാൻ കഴിയില്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇതൊരു ഔദ്യോഗിക പരിപാടിയാക്കി ഗവൺമെന്റ് മാറ്റിയിരിക്കുന്നു. ഗവൺമെന്റിന്റെ ഖജനാവിലെ പണമെടുത്ത് പരിപാടി നടത്തുന്നു. അവിടെ പങ്കെടുക്കുന്നവർക്ക് കിറ്റ് കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതിനുവേണ്ടി CAPനെ ചുമതലപ്പെടുത്തുന്നു. ഓരോ സർവകലാശാലകൾക്കും കോട്ട ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള ജീവനക്കാരും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ, ഇത്തരത്തിലുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സ് പങ്കെടുക്കണമെന്ന്. അക്കാഡമിക് കൗൺസിൽ മെമ്പേഴ്സ്, സെനറ്റ് മെമ്പേഴ്സ്, സിൻഡിക്കേറ്റ് മെമ്പേഴ്സ് ഉൾപ്പെടെ പൂർണ്ണമായും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. വൈസ് ചാൻസലർമാരെ പങ്കെടുക്കാൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി DO ലെറ്റർ അയച്ചിരിക്കുന്നു. ഞാൻ അറിഞ്ഞത് വൈസ് ചാൻസലർമാർക്കായി അയച്ച കത്തിനകത്ത് ഇങ്ങനെ ഗവൺമെന്റിന്റെ ഡ്രാഫ്റ്റ് റെഗുലേഷനെ കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ അഭിപ്രായം ഉണ്ടെങ്കിൽ അതേക്കുറിച്ച് സംവാദിക്കാനും അതിനെക്കുറിച്ച് അഭിപ്രായം വേണ്ടിയുള്ള യോഗമെന്നാണ് വൈസ് ചാൻസലർമാർക്ക് വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു നൽകിയ കത്തിൽ പറഞ്ഞത്. പക്ഷേ ഇന്നലെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഇറക്കിയ ഉത്തരവിൽ ഈ UGC ഡ്രാഫ്റ്റ് റെഗുലേഷന് എതിരായിട്ടുള്ള മൂവ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള സെമിനാർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെയാണ് ഞാൻ ഗൗരവപൂർവ്വം കാണുന്നത്. അതുകൊണ്ട് ഈ വൈസ് ചാൻസലർമാർ ഒരിക്കലും ഈ യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഗവർണർ സർവകലാശാലയുടെ ചെലവിൽ, സർവകലാശാലയുടെ അനുമതിയോടുകൂടി ഈ സെമിനാറിൽ പങ്കെടുക്കുന്നത് വിലക്കുകൂടെ വേണം. മാത്രമല്ല, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു IAS ഉദ്യോഗസ്ഥൻ, ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ഒരു IAS ഉദ്യോഗസ്ഥൻ, അവർക്കെതിരെ നടപടിയെടുക്കാൻ കൂടി നമ്മുടെ ചാൻസലർ കൂടിയായ ഗവർണർ തയ്യാറാകണം. ഓക്കെ.